ജില്ലയിലെ പ്രിൻസിപ്പൽമാരുടെ ഒഴിവുകൾ നികത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറം വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ ചേർന്ന പൊതുയോഗത്തിൽ വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വിരമിക്കുന്ന അംഗങ്ങൾക്കുള്ള യാത്രയപ്പോടുകൂടി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച യോഗം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നല്ല വിജയശതമാനം ഉണ്ടാക്കണ്ടേ, ഇത് ശ്രദ്ധിക്കേണ്ടവരാണ് പ്രിൻസിപ്പൽമാർ. എന്താ സ്ഥിതി? നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അധികാരികളുടെ മുമ്പിൽ നമുക്ക് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കാനും ഇത് നേടിയെടുക്കാനും ഒന്നിച്ച് നിൽക്കാൻ കഴിയും. ഏതാണ്ട് 35 പ്രിൻസിപ്പൽമാർ ഇല്ലാത്ത കസേര ഒഴിഞ്ഞടക്കാം. 35 സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പൽമാരില്ല. നാഥനില്ല കളിയെന്ന് പറയും. അതെ, നാഥനില്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ മാറ്റാൻ ഈ ഉള്ളവനും നല്ല ശ്രമം നടത്താം സർക്കാരിൽ എന്നാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫോറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വി സുരേഷ് ബാബു അധ്യക്ഷനായി. RDD AK വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം RDD ബിയാട്രിസ് മരിയ, ഫോറം ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ, ഡോക്ടർ N വേണുനാഥൻ, ഡോക്ടർ T ഗീത, AV സുധ, N അബ്ദുൽ ലത്തീഫ്, K ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഈ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ, കോഴിക്കോട് RDD R രാജേഷ് കുമാർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ P മോഹനൻ തുടങ്ങി 18 പ്രിൻസിപ്പൽമാരാണ് യാത്രയയപ്പ് ഏറ്റുവാങ്ങിയത്. പരിപാടിയിൽ പ്രിൻസിപ്പൽ ഫോറം ജില്ലാ സെക്രട്ടറി KN രമേശ് സ്വാഗതവും ട്രഷറർ PV ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.